ഹായ് ഓൾ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡെസ്ക് സേവക് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. മലയാളം പഠിച്ചിരിക്കണം, കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം, സൈക്ലിങ്ങിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതിലോട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 10ാം ക്ലാസ്സിലെ മാർക്കാണ് പരിഗണിക്കുന്നത്. നിലവിൽ EWS കാറ്റഗറി ഉൾപ്പെടെ റിസർവേഷനും അനുവദിച്ചിട്ടുണ്ട്. ഇതിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 12,000 രൂപ മുതൽ 29,300 രൂപ വരെ സാലറി വരെ ലഭിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് GDS റിക്രൂട്ട്മെന്റിലോട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ആകാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. GDS റിക്രൂട്ട്മെന്റിലോട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വെബ്സൈറ്റ് ഇതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വരുന്ന ഇന്റർഫേസ് ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ ഒരു പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ, സെലക്ഷൻ പ്രോസസ്സുകൾ, എലിജിബിലിറ്റി ക്രിറ്റീരിയ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും ഇത് പൂർണ്ണമായിട്ടും വായിച്ചിരിക്കണം. ഇനി എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നമുക്ക് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് സ്റ്റേജ് 1 രജിസ്ട്രേഷൻ ആണ്, സ്റ്റേജ് 2 അപ്ലൈ ഓൺലൈൻ ആണ്, സ്റ്റേജ് 3 ഫീ പേയ്മെന്റ് ആണ് കേട്ടോ. ഇങ്ങനെ 3 സ്റ്റെപ്പാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഇവിടെ സ്റ്റേജ് 1 രജിസ്ട്രേഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GDSലോട്ട് അപ്ലൈ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഫോം നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഒന്നാമതായി വരുന്നത് മൊബൈൽ നമ്പർ ആണ്. ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വലത് ഭാഗത്ത് കാണുന്ന വാലിഡേറ്റ് മൊബൈൽ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പറിലോട്ട് നമുക്ക് ഒരു OTP വരും. ആ OTP വെച്ചിട്ട് നമുക്ക് മൊബൈൽ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടാണ്. ഇവിടെ OTP അടിക്കാനുള്ള കോളം നമുക്ക് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ GDSന്റെ ഭാഗത്ത് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് നമുക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ തെറ്റ് കൂടാതെ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ട് കൊടുക്കണം. ശേഷം വലത് ഭാഗത്ത് കാണുന്ന സബ്മിറ്റ് OTP കൊടുത്ത് നമ്മൾ മൊബൈൽ നമ്പർ ആദ്യം വാലിഡേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ വാലിഡേറ്റ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നത് ഇമെയിൽ ആണ്. ഇമെയിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ നമുക്ക് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് വലത് ഭാഗത്ത് കാണുന്ന വാലിഡേറ്റ് ഇമെയിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇമെയിലിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP നമ്മളിവിടെ ഈ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. സബ്മിറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ വാലിഡേറ്റഡ് സക്സസ്ഫുൾ എന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മൂന്നാമതായി നമ്മൾ ചോദിക്കുന്നത് അപ്ലിക്കന്റ് നെയിം ആണ്. ആസ് പെർ സെക്കൻഡറി സ്കൂൾ പാസ് സർട്ടിഫിക്കറ്റ്, അഥവാ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലെ നിങ്ങളുടെ നെയിം എന്താണോ അത് തെറ്റ് കൂടാതെ ഈ ഒരു കോളത്തിൽ നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ട് കൊടുക്കണം. നാലാമതായി വരുന്നത് ഫാദേഴ്സ് നെയിം ഓർ മദർ നെയിം ആണ്. ആസ് പെർ സെക്കൻഡറി സ്കൂൾ പാസ് സർട്ടിഫിക്കറ്റ്, അഥവാ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫാദർ നെയിം അല്ലെങ്കിൽ മദർ നെയിം അതിലേതെങ്കിലും ഒരാളുടെ നെയിം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എൻ്റർ ചെയ്തിട്ട് കൊടുക്കണം. അഞ്ചാമതായി വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജെൻഡർ എന്ന ഭാഗത്ത് നിങ്ങൾ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏഴാമതായി വരുന്നത് കമ്മ്യൂണിറ്റി ആണ്. ഇവിടെ നിങ്ങൾ കമ്മ്യൂണിറ്റി തെറ്റ് കൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് UR കാണാൻ പറ്റും. UR തന്നെ EWS കാണാൻ വേണ്ടി സാധിക്കും. OBC ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്. അപ്പൊ ഏതാണോ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കാറ്റഗറി അത് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. എട്ടാമതായി നമ്മൾ ചോദിക്കുന്നത് സെക്കൻഡറി സ്കൂൾ പാസ് ആയിട്ടുള്ള സർക്കിൾ ആണ് ചോദിക്കുന്നത്. സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേറ്റ് അഥവാ 10th പാസ്സായ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ കേരള എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് ഇയർ ഓഫ് പാസ്, അഥവാ നിങ്ങൾ പാസ്സായ വർഷം, 10th പാസ്സായ വർഷം ഏതാണോ ആ വർഷം നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം 10ാമതായി വരുന്നത് ക്യാപ്ച വെരിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് വലത് ഭാഗത്ത് ഇവിടെ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ആ ടെക്സ്റ്റ് നമ്മൾ തെറ്റുകൂടാതെ ഈ ഒരു കോളത്തിൽ നമ്മളിവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്യാപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വലത് ഭാഗത്തൂടെ റീഫ്രഷ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ കാണുന്ന ഈ ഒരു 10 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്റ്റേജ് 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്
10ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ആധാർ നമ്പർ ആണ്. ഈ ആധാർ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ ആധാർ നമ്പർ തെറ്റ് കൂടാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 11ാമത് ചോദിക്കുന്നത് ആർ യു എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആളാണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം. എസ് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റിയും PWD സബ് കാറ്റഗറി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം. 12ാമത് നമ്മൾ ചോദിക്കുന്നത് ലാംഗ്വേജസ് സ്റ്റഡീസ് ഇൻ സെക്കൻഡറി സ്കൂൾ, അഥവാ നിങ്ങൾ 10th ഏതൊക്കെ ലാംഗ്വേജുകളാണ് പഠിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുന്ന എന്ന ഭാഗത്തോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറെ ലാംഗ്വേജുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഏത് ലാംഗ്വേജ് ഒക്കെയാണോ നിങ്ങൾ 10th പഠിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്ന രീതിയിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് വലത് ഭാഗത്ത് നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ ചോദിക്കുന്നത് വെദർ എംപ്ലോയിഡ്, നിലവിൽ വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മോട് 13ാമതായി ചോദിക്കും, അതോ വെദർ എംപ്ലോയർ NOC ഈസ് അവൈലബിൾ, എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് NOC അവൈലബിൾ ആണെന്ന് ചോദിക്കും. അപ്പൊ അതുണ്ടെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി അപ്ലോഡ് ഫോട്ടോ എന്ന ഭാഗത്ത് നമ്മൾ ആളുടെ ഫോട്ടോ ആണ് ഇനി അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫയൽ ഫോർമാറ്റ് JPG ആണ് ഫയൽ ഫോർമാറ്റ് വേണ്ടത്. മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഇമേജിന്റെ സൈസ് വരേണ്ടത് അപ് ടു 50 KB ആണ്. 50 KB താഴെയാണ് ആ ഒരു ഫോട്ടോയുടെ സൈസ് വരേണ്ടത്. അത് ശ്രദ്ധിക്കുക. 15ാമത് വരുന്നത് അപ്ലോഡ് സിഗ്നേച്ചർ, അഥവാ ആ വ്യക്തിയുടെ ഒപ്പാണ്. ഒപ്പ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയൽ ഫോർമാറ്റ് JPG ആണ് ഫയൽ ഫോർമാറ്റ് വേണ്ടത്. സൈസ് വരുന്നത് 20 KB താഴെ ആയിരിക്കണം. ആ രീതിയിൽ നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇവിടെ കാണുന്ന ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ഫിൽ ചെയ്ത എല്ലാ ഡാറ്റയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇതുവരെ ഫിൽ ചെയ്ത അപ്ലിക്കന്റ് നെയിം, ഫാദർ നെയിം, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഇമെയിൽ, പിന്നെ നമ്മുടെ ലാംഗ്വേജസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുവരെ ഫിൽ ചെയ്ത എല്ലാ ഡാറ്റയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ താഴെ ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ നിങ്ങൾ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഭാഗത്ത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ നമ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ടു അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ടു അപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് 4 സ്റ്റെപ്പ് കൂടെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ടുണ്ടാവും. സർക്കിൾ അപ്ലൈയിങ് ഫോർ, നിങ്ങൾ ഏത് സർക്കിളിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണാൻ പറ്റുമുണ്ടോ OTP സെൻഡ് ടു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ കൊടുത്ത മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പറിലോട് നിങ്ങൾക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്തിട്ട് കൊടുക്കണം. ശേഷം താഴെ എൻ്റെ ടെക്സ്റ്റ് ഷോൺ ബിലോ എന്ന ഭാഗത്ത് നിങ്ങളിവിടെ ഇവിടെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ടെക്സ്റ്റ് എന്താണോ അത് അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അഡ്രസ് ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ആണ് ഇനി അടുത്തായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ അഡ്രസ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നമുക്കിവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ചോദിക്കുന്നുണ്ട്, പെർമനന്റ് അഡ്രസ്സും ചോദിക്കുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്ന ഭാഗത്ത് നിലവിലുള്ള നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്രസ് ഏതാണോ ആ അഡ്രസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡോർ, ഹൗസ് ഓർ അപ്പാർട്ട്മെന്റ് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളെ വീട്ടുപേര് എന്താണോ ആ വീട്ടുപേര് കൊടുത്താൽ മതി. സ്ട്രീറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ പ്ലേസ് കൊടുക്കുന്നു. സിറ്റി ഓർ വില്ലേജ് എന്ന ഭാഗത്ത് വില്ലേജ് കൊടുക്കുക. പഞ്ചായത്ത് എന്ന ഭാഗത്ത് പഞ്ചായത്തിന്റെ നെയിം കൊടുക്കുക. പിൻകോഡ് എന്ന ഭാഗത്ത് പിൻകോഡ് കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഇവിടെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നത് പെർമനന്റ് അഡ്രസ് ആണ്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ നിങ്ങൾ സെയിം ആസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഭാഗത്ത് ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത അഡ്രസ് എന്താണോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു കോളത്തിലൂടെ ഫില്ല് ചെയ്ത് വന്നോളും. രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ രണ്ടും ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അഡ്രസ് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തായിട്ട് വരുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മുടെ സർക്കിൾ അഥവാ നിങ്ങൾ 10th പാസ്സായ സർക്കിൾ ഓൾറെഡി കേരള എന്നുള്ള ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ടുണ്ട്. ഇയർ ഓഫ് പാസിംഗ് നമ്മൾ നേരത്തെ കൊടുത്ത് 2015 എന്ന ഇയർ ഓഫ് പാസിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി സെലക്ട് ബോർഡ്, നിങ്ങളുടെ പാസ്സായ ബോർഡ് ഏതാണോ ആ ബോർഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇവിടെ സെലക്ട് ബോർഡ് എന്ന ഭാഗത്ത് എല്ലാ ബോർഡും നിങ്ങളുടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് CBSE ആണെങ്കിൽ CBSE ഉണ്ട്, അതുപോലെ തന്നെ TSSLC ആണെങ്കിൽ അതുണ്ട്. നമുക്ക് ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് ഇവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ നോർമലി കേരള പബ്ലിക് എക്സാമിനേഷന് കീഴിൽ പാസ്സായ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കേരള SSLC ഫ്രം 2013 ഓൺവേർഡ്സ് ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. സെലക്ട് റിസൾട്ട് ടൈപ്പ് എന്ന ഭാഗത്ത് നിങ്ങൾ ഗ്രേഡ് എന്ന ഭാഗത്താണ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. റിസൾട്ട് ടൈപ്പ് നമ്മൾ ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ
ഓരോ സബ്ജക്റ്റിന്റെയും ഗ്രേഡ് നമുക്ക് കൊടുക്കാനുള്ള പേജ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ ഇംഗ്ലീഷ് ആണ് നമ്മോട് ആദ്യം ചോദിക്കുന്നത്. പിന്നെ സെലക്ട് സബ്ജക്റ്റ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണോ ആ ഫസ്റ്റ് ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ മാത്സ് ചോദിക്കുന്നുണ്ട്, IT ചോദിക്കുന്നുണ്ട്, കെമിസ്ട്രി. പിന്നെ സെലക്ട് സബ്ജക്റ്റ് എന്ന ഭാഗത്ത് നിങ്ങളെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അതായത് നമ്മോട് സെലക്ട് സബ്ജക്റ്റ് എന്ന ഭാഗത്ത് അടുത്തതായിട്ട് ഹിന്ദിയാണ് കൊടുക്കേണ്ടത്. ഹിന്ദിയുണ്ട്, ജനറൽ നോളജും ഉണ്ട്. അവിടെ ഹിന്ദി എന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫിസിക്സ്, സോഷ്യൽ സയൻസ്, ബയോളജി. അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ 10th എല്ലാ സബ്ജക്റ്റിന്റെയും ഗ്രേഡ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് തെറ്റുകൂടാതെ കൊടുക്കണം. ഓരോ ലാംഗ്വേജിന്റെയും ഗ്രേഡുകൾ കറക്റ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം താഴെ CGPA സ്കോർ ചോദിക്കുന്നുണ്ട്. CGPA നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ശേഷം താഴെ കാണുന്ന സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് പ്രിഫറൻസ് ആണ് കേട്ടോ. ഇവിടെ സർക്കിൾ നമുക്ക് ഓൾറെഡി കേരള എന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചോദിക്കുന്നത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവിഷൻ ആണ്. ഇവിടെ നിന്ന് നിങ്ങളുടെ എല്ലാ ഡിവിഷനും, കേരളത്തിലെ എല്ലാ ഡിവിഷനും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഏതാണോ നിങ്ങളുടെ ഡിവിഷന് ആ ഡിവിഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങളോട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഡിവിഷനും അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ എന്ത് ചെയ്യുക പോസ്റ്റ് ഓഫീസ് വരിക. അപ്പോൾ ഓരോ ഡിവിഷനും കീഴിൽ വരുന്ന ഏതൊക്കെ പോസ്റ്റ് ഓഫീസാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ GDSന്റെ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ സ്റ്റേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ഇവിടെ കേരളത്തിലെ എല്ലാ ഡിവിഷനും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അനുയോജ്യമായ ഡിവിഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിവിഷന് കീഴിൽ വരുന്ന എല്ലാ പോസ്റ്റ് ഓഫീസും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഓരോ പോസ്റ്റ് ഓഫീസും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഡിവിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ ഡിവിഷന് കീഴിലുള്ള പോസ്റ്റ് ഓഫീസിലോട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്യുക അവിടെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിക്ലറേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഡിക്ലറേഷൻ എന്ത് ചെയ്യുക ടിക്കറ്റ് കൊടുക്കുക. ടിക്കറ്റ് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് പ്രിഫറൻസ് സെലക്ട് ചെയ്യാൻ ഓപ്ഷനാണ്. ഇവിടെ പ്ലീസ് സെലക്ട് അറ്റ്ലീസ്റ്റ് 1 പ്രിഫറൻസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിവിഷന് കീഴിലുള്ള എല്ലാ പോസ്റ്റ് ഓഫീസുകളും നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ പോസ്റ്റിന്റെ പ്രിഫറൻസ് കൊടുക്കണം, അഥവാ മുൻഗണന ക്രമത്തിൽ കൊടുക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് കൊടുക്കേണ്ട പ്രിഫറൻസ് ഏതാണെന്ന് വെച്ചാൽ അത് 1 കൊടുക്കാം, രണ്ടാമത് കൊടുക്കേണ്ടത് 2 കൊടുക്കാം, മൂന്നാമത് കൊടുക്കുന്നത് 3 കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഇവിടെ അലോട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഓരോ നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലിസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾ പ്രയോറിറ്റി അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിഫറൻസ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഓരോ പോസ്റ്റിലും നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് സാലറി റേഞ്ച് വരുന്നത്, ഏതാണ് കാറ്റഗറി, ഏതാണ് റിസർവേഷൻ വരുന്നത് എന്നുള്ളതും അതുകൂടാതെ ഏതാണ് പോസ്റ്റ് എന്നുള്ളതും നമുക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഞാൻ വെന്യൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും BPPM ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ് വരുന്നത്, അൺറിസർവ്ഡ് കാറ്റഗറിയാണ്, സാലറി 12,000 ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് നമുക്ക് ഓരോ പോസ്റ്റിന് വലത് ഭാഗത്തായിട്ടും ഏതാണ് പോസ്റ്റ് എന്നുള്ളതും ഏതാണ് കാറ്റഗറി എന്നുള്ളതും അതിന്റെ സാലറി റേഞ്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടോ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഡിവിഷന് കീഴിലും എലിജിബിൾ ആയിട്ടുള്ള വേക്കൻസീസ്, ഓരോ പോസ്റ്റ് ഓഫീസിന് വേക്കൻസീസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് പ്രകാരം നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പ്രിഫറൻസ് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇതുപോലെ എൻ്റർ ചെയ്തിട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഏകദേശം 12ഓളം പ്രിഫറൻസ് ഞാനിവിടെ എൻ്റർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ നമ്മൾ കൊടുത്ത സർക്കിളും ഡിവിഷനും കാണാൻ വേണ്ടി സാധിക്കും. ഇനി താഴെ ഡിക്ലറേഷൻ താഴെയായിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഭാഗത്ത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും കേട്ടോ, ഡാറ്റ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഇനി പ്ലീസ് പേ ദ ഫീ, അഥവാ ഇനി അടുത്ത് നമ്മൾ ഫീ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിലവിൽ ഇവിടെ ലേഡീസിനും SC/ST വിഭാഗത്തിന് ഫീ ഇല്ല, ബാക്കി എല്ലാ വിഭാഗത്തിനും 100 രൂപ രജിസ്ട്രേഷൻ ഫീ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ കമ്മ്യൂണിറ്റി കാറ്റഗറി OBC ആണ്, എമൗണ്ട് വരുന്നത് 100 രൂപയാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. താഴെ നമ്മൾ മേക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റും, വാലറ്റ് ഉണ്ട്, UPI ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ മെത്തേഡ് ആ രീതിയിൽ നിങ്ങളോട് എന്ത് ചെയ്യുക, പേയ്മെന്റ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് സക്സസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് താഴെ കാണുന്ന പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷന് പ്രിന്റ് കിട്ടും. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, PDF ആയിട്ടോ അതല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ടോ സൂക്ഷിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് GDS റിക്രൂട്ട്മെന്റിന് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു ലേറ്റർ.